നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. താങ്ക്സ്. എന്റെ അച്ഛനെ സഹായിച്ചതിന് എനിക്ക് എന്തിനാ താങ്ക്സ്? പിന്നെ സത്യം പറയാലോ, സഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവന്നാല് എന്റെ സ്വാർത്ഥതയെ ഉണ്ടായിരുന്നു. സഞ്ജുവും മഞ്ജുവും തമ്മിലുള്ള കല്യാണം നടക്കണം. എന്നിട്ട് വേണം നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. നിനക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ലേ? നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞില്ലേ സൂക്ഷിക്കണമെന്ന്? ഉള്ളതിൽ ഏറ്റവും എളുപ്പമുള്ള പണിയാ നിനക്ക് ഞാൻ തന്നത്. ചുമ്മാ ഒളിച്ചോടുക. അതുപോലും കൃത്യമായിട്ട് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റിയില്ലല്ലോടാ. നാട്ടിൽ മുഴുവൻ ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലടാ. നാട്ടിലുള്ള ഗിരിയുടെ ആൾക്കാർ കാരണമല്ല ഞാൻ പെട്ടത്, വീട്ടിലുള്ള ഗിരിയുടെ ആള് കാരണം. ശാലിനി ഗിരിയുടെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ സിംഗപ്പൂർ എത്തിയേനെ. അവൾ എന്നെയാ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം കൈകാര്യം ചെയ്യായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ സംസാരിച്ച ഡാഡിയോടാണെന്ന് അവക്ക് മനസ്സിലായില്ല. ഇല്ലെങ്കിൽ എല്ലാ നാടകവും പൊളിഞ്ഞേനെ. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു. ഈ അവസാന നിമിഷം എല്ലാം പാളിയ എങ്ങനെ സഹിക്കും? ഇനി നമ്മുടെ പ്ലാൻ നടക്കുന്നൊന്നും ഡാഡി കരുതണ്ട. ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞ് തടി ഊരുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇരി എന്റെ കല്യാണം മഞ്ജുവായിട്ട് നടത്തും. അങ്ങനെ തോറ്റു പിന്മാറി എനിക്ക് ശീലമില്ലടാ. ഈ അവസ്ഥയിലാണെങ്കിലും കാര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഡാഡി എന്തൊക്കെ പ്ലാൻ ചെയ്താലും ശാലിനി അവിടെ ഉള്ളിടത്തോളം ഒന്നും നടക്കാൻ പോകുന്നില്ല. അവക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തണമെന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. ഇനി ഞാൻ മുങ്ങുമെന്ന് അവൾക്ക് സംശയം കൂടിയിട്ടുണ്ട്. അവൾ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവളിവിടെ ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. അവളെ ഇവിടുന്ന് മാറ്റാനുള്ള വഴി ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വഴി? അതിനെപ്പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അറിയേണ്ടത് മാത്രം നിന്നെ അറിയിച്ചാൽ മതിയെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ഹലോ ഗോപാൽജി. അവരിറങ്ങിയോടാ സതീശ? ഇല്ല ഗോപാൽജി, ഭാനുമതി അമ്മ റെഡിയായി. ആ സ്വപ്നയാ വൈകുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. പക്ഷേ എന്താടാ? എനിക്ക് ആകെ ഒരു പേടി ഗോപാൽജി. ഗിരീട്ടൻ അറിഞ്ഞ എന്നെ കൊല്ലും. അവനൊന്നും അറിയാൻ പോകുന്നില്ല. പിന്നെ നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ ഉറപ്പായിട്ടും കൊല്ലും. അയ്യോ ഗോപാൽജി. എന്നിട്ടും കലി അടങ്ങിയില്ലെങ്കിൽ നിന്റെ വീട്ടിലുള്ളവരെ ഞാനങ്ങ് തീർക്കും. അത് വേണോ? വേണ്ട, ഞാൻ ഗോപാൽജി പറഞ്ഞ പോലെ ചെയ്തോളാം. ആ മിടുക്കൻ. ദേ അവര് വരുന്നുണ്ട്. ആ എന്നാ നീ കാര്യം കഴിഞ്ഞിട്ട് വിളിക്ക്. ആ ശരി. ഒന്ന് വേഗം വാടി, ലേറ്റായി. നമ്മൾ എന്തിനാ ധൃതി കൂട്ടുന്നേ? നമ്മൾ എത്തിയില്ലെങ്കിലും കല്യാണം നടക്കും. കുറ്റം പറയാതെ വന്ന് വണ്ടിയിൽ കയറി. ഡാഡി ഡാഡി ഇത് എന്തിനുള്ള പുറപ്പാടാ? നീ കാത്തിരുന്ന് കണ്ടോടാ മോനെ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഗോപാൽജി കല്യാണത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ചേച്ചിയുടെ കല്യാണം ഇങ്ങനെ തന്നെ നടത്തണമെന്ന് ആഗ്രഹിച്ചേനെ. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അച്ഛൻ ചെയ്ത നല്ല കാര്യങ്ങൾ കാരണമല്ലേ നാട്ടുകാർ മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്നേ. ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും അച്ഛന് പകരമാവില്ലല്ലോ. ചേച്ചി വെറുതെ നല്ലൊരു ദിവസമായിട്ട് കരയാൻ നിൽക്കണ്ട.
ഞാൻ നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് അന്വേഷിക്കാൻ വന്നതാ. എന്റെ വീട്ടിൽ പെണ്ണായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ തന്നെ വേണം. ഇനി മഞ്ജു എനിക്കൊരു കൂട്ടാവും അല്ലേ? എന്തിനാ ഈ നാടകമൊക്കെ? ചിരിക്കുന്നുണ്ടെങ്കിലും നിന്റെ മനസ്സിൽ വിഷമാ. നിനക്ക് ഞങ്ങളെ ഇഷ്ടമല്ലാന്നും അറിയാം. അതിന് നിങ്ങളെ എനിക്ക് ഇഷ്ടമാണെന്ന് ആരാ പറഞ്ഞത്? നിങ്ങളെപ്പോലുള്ളവരോട് ഞാൻ സംസാരിക്കാൻ പോലും നിൽക്കാറില്ല. ഈ കല്യാണം ഒരു കുഴപ്പമില്ലാതെ നടക്കേണ്ടത് എന്റെ ആവശ്യമായിപ്പോയി. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്യും. ശത്രുവിന് നാത്തോനാക്കേണ്ടി വന്നാ അതും ചെയ്യും. എന്നോട് എത്രമാത്രം ദേഷ്യം തോന്നാൻ ഞാൻ ശാലിനിയോട് എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ശത്രുത തുടരാൻ താല്പര്യമില്ല. എന്നോട് ശാലിനിക്കൊന്ന് ക്ഷമിച്ചൂടെ? ക്ഷമിച്ചു കളയാനുള്ള ഘട്ടമൊക്കെ കഴിഞ്ഞു മഞ്ജു. നിനക്ക് ഈ ചിന്തയൊക്കെ തോന്നേണ്ടത് ഇപ്പോഴല്ല, ഗിരിയെ വശീകരിക്കാൻ ശ്രമിച്ചതിന് മുൻപായിരുന്നു. വൃത്തികേട് പറഞ്ഞ കല്യാണമാണെന്നൊന്നും ഞാൻ നോക്കില്ല. അടിച്ചു മുഖം പരത്തി കളയും. മഹിമേ, വേണ്ട. നിനക്കെന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്തോ. ഞാൻ തിരിച്ചൊന്നും ചെയ്യില്ല. കാരണം ഈ കല്യാണം ഒരു ബഹളവും ഇല്ലാതെ നടക്കണം. പക്ഷേ അതിനുശേഷം നീ എന്നോട് ചെയ്തതിന്റെ 10 ഇരട്ടി നിന്റെ ചേച്ചിക്ക് കിട്ടും. കാരണം അവള് കയറി വരാൻ പോകുന്നതേ എന്റെ വീട്ടിലേക്കാണ്. എന്തു പറ്റി? ഒന്നും ചെയ്യുന്നില്ലേ? മഹിമയുടെ ആവേശം ഇത്രയേ ഉള്ളൂ? അതാണ് കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയുന്നത്. എടി മഹിമേ, വേണ്ട, നീ പുറത്തു പോ. എനിക്ക് ശാലിനിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ശാലിനിക്ക് എന്നോട് ഇത്രയും പ്രശ്നമാണെങ്കിൽ ഗോപാൽജിയോട് പറഞ്ഞൂടെ? അദ്ദേഹം ഈ കല്യാണം വേണ്ടെന്ന് വെക്കില്ലേ? ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ഈ കല്യാണം ഒരാളും തടയരുത്. അതിപ്പോ നീയാണെങ്കിലും ശരി. വെറുതെ ഓരോന്നും പറഞ്ഞ് ഈ കല്യാണം മുടക്കിയ നിന്നെ ഞാൻ ഇവിടെ വെച്ച് തീർക്കും. എന്റെ കണക്കുകൂട്ടലുകൾ ആരും തെറ്റിക്കുന്നത് എനിക്കിഷ്ടമല്ല. സോറി നാത്തൂനെ, എന്റെയും ഗിരിയുടെ ഇടയില് ആരും വരരുത്. അത് ഞാൻ സഹിക്കില്ല. അതിനെ ശ്രമിക്കാത്തിടത്തോളം നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്നാ ശരി, വേഗം റെഡി ആയിക്കോ. ഹലോ, ചേച്ചിയെ നന്നായിട്ട് നോക്കണേ. ഞാനേ ചെറിയൊരു ഡോസ് കൊടുത്തിട്ടുണ്ട്. എന്തു പറ്റി ചേച്ചി? അവൾ ഉപദ്രവിച്ചോ? ഏയ്, പെട്ടെന്ന് എന്തോ ഒരു വയ്യായിക പോലെ. ചേച്ചി വെറുതെ ടെൻഷൻ ആവണ്ട. അവളുടെ തലയ്ക്ക് വട്ട. ഗിരിയേട്ടനെ കെട്ടി ആ സാധനം വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാ ചേച്ചിക്ക് മനസമാധാനത്തോടെ ജീവിക്കാം. പിന്നെ അവളുടെ കാര്യം ഗിരിയേട്ടൻ നോക്കിക്കോളും. അവളെ നല്ല തല്ലുകൊടുത്ത് വരച്ച വരയിൽ ഗിരിയേട്ടൻ നിർത്തും.